ഹായ് ഫ്രണ്ട്സ്, ഞാൻ നൌഷാദാണ്. മുഴുവൻ പേര് നൌഷാദ് സംഭാവന. ഫാമിലിയുമായി കോഴിക്കോട് ടൗണിൽ തന്നെയാണ് താമസം. കഴിഞ്ഞ 23 വർഷം ഞാനൊരു കോർപ്പറേറ്റ് എംപ്ലോയി ആയിരുന്നു. ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് സബ്ക ജോബ് ആപ്പിന്റെ ഫൗണ്ടറായാണ്. ഞാനൊരു ഇംഗ്ലീഷ് ഗ്രാജുവേറ്റ് ആണ്. HR-ൽ ഒരു MBA ഉണ്ട്. ജോലിക്ക് കയറിയത് ഒരു സെയിൽസ് ട്രെയിനി ആയാണ്. ജോലിയിൽ നിന്ന് ഇറങ്ങുന്നത് സോണൽ ബിസിനസ് ഹെഡ് റോളിൽ ടാറ്റ ഗ്രൂപ്പിൽ നിന്നും. പിന്നീട് ഒരു 16 വർഷത്തോളം മാനേജർ കാറ്റഗറിയിലായിരുന്നു. അതിൽ തന്നെ ആ 16 വർഷത്തിനിടയിൽ 1000-ലധികം ഇന്റർവ്യൂസ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. വെഹിക്കിൾ ആൻഡ് ഫിനാൻസ് ഇൻഡസ്ട്രിയിൽ നിന്നും വഴിതെറ്റി HR ഇൻഡസ്ട്രിയിലേക്ക് വന്ന ആളല്ല ഞാൻ. വഴി തേടി പിടിച്ചു വന്ന ആളാണ്. എല്ലാവർക്കും ജോലി ശരിയായി കൊടുക്കുകയോ ജോലിക്കാരെ ശരിയായി കൊടുക്കുകയോ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ല സബ്ക. ഇന്ത്യയിലോ ലോകത്തിൽ തന്നെയോ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഇല്ല. ജോലിക്ക് പോകണോ പോകണ്ടേ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളും, നിങ്ങളെ ജോലിക്ക് എടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് എംപ്ലോയേഴ്സുമാണ്. സബ്ക അതിനുള്ള ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി തരുന്നു എന്ന് മാത്രം. ലോകത്തിൽ എവിടെ ഒരു ജോലി ഒഴിവ് വന്നാലും അത് ചെറുതോ വലുതോ, ഗവൺമെന്റോ പ്രൈവറ്റോ, ഇന്ത്യക്കകത്തുള്ളതോ വിദേശത്തുള്ളതോ ആവട്ടെ, സബ്കയിലൂടെ അറിയിക്കാൻ കഴിയണം എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. കഴിഞ്ഞ 23 വർഷത്തിനിടയിൽ ഞാൻ ഒരുപാട് കമ്പനികളിലൊന്നും വർക്ക് ചെയ്തിട്ടില്ല. വർക്ക് ചെയ്ത കമ്പനികളിലെല്ലാം കൃത്യമായ ഇടവേളകളിൽ പ്രൊമോഷൻ വാങ്ങി മുകളിലേക്ക് പോകാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്റെ കൂടെ വർക്ക് ചെയ്തിരുന്നവരിൽ പലരും എന്നേക്കാൾ നല്ല രീതിയിൽ കരിയർ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ 90% പേരും ഒരു ഒഴുക്കിൽ പെട്ടെന്ന വണ്ണം ഓരം ചേർന്ന് പോകുന്ന കാഴ്ചയാണ് എനിക്ക് ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. വിജയികളെയും പരാജയപ്പെട്ടവരെയും നിർണ്ണയിക്കുന്നത് എന്താണ്? പലരും സോഷ്യൽ മീഡിയയിൽ വന്ന് സെയിൽസ്, മാർക്കറ്റിംഗ് എന്നൊക്കെ അലറി വിളിക്കുന്നത് കണ്ടിട്ട് ഞാനും വിചാരിച്ചിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇവർ പറയുന്നത് പോലെയൊക്കെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ സെയിൽസും മാർക്കറ്റിംഗും ഒക്കെ നടക്കുമോ എന്ന്. നമുക്കൊരു യാത്ര തുടങ്ങാം. ഞാൻ കാണുന്ന കാഴ്ചകൾ നമുക്ക് ഒരുമിച്ച് കാണാം എന്റെ ആംഗിളിലൂടെ. ജോയിൻ മീ. സ്റ്റേ ട്യൂൺ. നൌഷാദ് സംഭാവന.